സഹാബത്ത് പ്രവാചകനെ അറിയിക്കുകയാണ്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ കേൾക്കുക സഹാബത്തെ, നമ്മുടെ ഈ വാഹനമാകുന്ന ഈ കഴുത ഇപ്പോൾ മുന്നോട്ട് പോവാത്തത് ഈ ഖബറിലുള്ള ആ മനുഷ്യന്മാർ അനുഭവിക്കുന്ന ശിക്ഷയുടെ ആ ഭീകരമായ ശിക്ഷയുടെ ശബ്ദം കേട്ടിട്ടാണ് ഈ കഴുത മുന്നോട്ട് പോവാത്തത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സംഭവത്തിൽ കാണാം. സഹോദരന്മാരെ, അതുകൊണ്ട് നമ്മുടെ കോമാളിത്തം നമ്മൾ അവസാനിപ്പിക്കുക. എനിക്ക് പറയാനുള്ളതാണ്, എല്ലാ രംഗത്തും നമ്മൾ കോമാളികളായി മാറിയിരിക്കുകയാണ്. നമ്മൾ കുറേ വേഷധാരികളായി മാറിയിരിക്കുന്നു. ഈ ഭൗതിക ലോകത്തിനൊത്ത് നമ്മൾ താളം തുള്ളുന്നവരായി മാറിയിരിക്കുന്നു. ലോകം അധർമ്മത്തിലേക്ക് നീങ്ങുമ്പോൾ, ലോകം തിന്മയിലേക്ക് നീങ്ങുമ്പോൾ ആ തിന്മക്ക് അനുകൂലമായി നമ്മളും ഒഴുകുകയാണ്, തിന്മയിലേക്ക് നമ്മളും കൂപ്പുകുത്തുകയാണ്. നോക്ക് നിങ്ങൾ, ഞാൻ ഇടയ്ക്ക് സൂചിപ്പിക്കട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സീരിയലുകൾക്ക് അടിമകളാണ്. സൂചനയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ ചെറുപ്പക്കാരികൾ ഏറെ പേരും ചെറുപ്പക്കാരും ഒരുപാട് സിനിമകളുടെയും സീരിയലുകളുടെയും അടിമകളായി മാറിയിരിക്കുകയാണ്. ഏത് സമയവും അതിൻ്റെ മുമ്പിൽ ഇരിക്കാൻ യാതൊരു വിഷമവുമില്ല. നാടായ നാട്ടിൽ മുഴുവനും ടി വി എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ അനുഗ്രഹം, ആ മാധ്യമം വർദ്ധിച്ചിരിക്കുക. ഞാൻ ആ മാധ്യമത്തെ എതിർക്കുന്നില്ല, നല്ലൊരു മാധ്യമമാണത്. അത് വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾക്ക് വാർത്തകളാവാം, ലോക വിവരങ്ങളൊക്കെ കിട്ടാൻ പറ്റിയ ഒരു മാധ്യമം തന്നെയാണ്. പക്ഷേ കുറേ കരയുന്ന സ്ത്രീകളും കുറേ ഒച്ച വെക്കുന്ന ചെറുപ്പക്കാരും കുറേ കരയുന്ന സ്ത്രീകളെയും സൃഷ്ടിച്ചിരിക്കുന്നു ടി വി. ഒരുപാട് സീരിയലുകൾ, ഞാൻ പേരൊന്നും പറയുന്നില്ല, നമ്മുടെ ചെറുപ്പക്കാരികളോട് ചോദിച്ചാൽ അതിൻ്റെ പേരൊക്കെ കൃത്യമായിട്ട് അവർ പറയും. സുബഹിൻ്റെ സമയത്ത് പോലും ടി വി തുറന്നാൽ സീരിയൽ രണ്ടാം ചാൻസ് കാണിക്കുന്നത് കാണാം. സഹോദരിമാരെ, ഇതിൻ്റെ പിന്നാലെയാണ് നമ്മുടെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും. നിങ്ങൾ നോക്ക്, പല സീഡികളും, പല തരത്തിലുള്ള സീഡികളും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങാടികളിൽ നിന്ന്, റോഡ് സൈഡുകളിൽ നിന്ന് ബ്ലൂ ഫിലിമുകൾ യഥേഷ്ടം വാങ്ങാൻ കിട്ടുന്ന കാലഘട്ടത്തിലാണ്. 25 രൂപ കൊടുത്താൽ, 30 രൂപ കൊടുത്താൽ ഉടുമുണ്ടഴിഞ്ഞ വളരെ ചീപ്പ് പോപ്പുലാരിറ്റിക്ക് പറ്റിയ വളരെ വൾഗറായ, ഇസ്ലാമിൻ്റെ യാതൊരുവിധ കൾച്ചറും കീപ്പ് ചെയ്യാത്ത എല്ലാ ഏർപ്പാടും സീഡികളിൽ സുലഭമായ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിന് വശംവദരായിരിക്കുന്നു നമ്മുടെ ചെറുപ്പക്കാരൊക്കെ അവസ്ഥ അതാണ്. നിങ്ങൾ നോക്ക്, ഗൾഫുകാരൻ്റെ ജീവിതത്തിലെ ഒരുപാട് പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ ഒന്നും ഞാനിവിടെ കെട്ടഴിക്കുന്നില്ല. ഗൾഫുകാരുടെ വീടുകളിലുള്ള പ്രശ്നങ്ങൾ യഥേഷ്ടം നമ്മൾക്കറിയാം. ഇതിനൊക്കെ അടിമകളായി മാറിയിരിക്കുകയാണ് നമ്മൾ. എന്താണ് ഈ പാട്ടിലൂടെ ഈ സമൂഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ താൽക്കാലികമായ നൈമിഷികമായ ഒരു സുഖം മാത്രമാണ്. ചോദിക്കട്ടെ സഹോദരന്മാരെ, ഓരോ പാട്ട് നമ്മൾ പാടുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ വളരെ വളിപ്പായ പാട്ടുകളല്ലേ? നിങ്ങൾ നോക്കൂ, ഇപ്പൊ ചെറിയ കുട്ടികൾ പോലും ഏതെങ്കിലുമൊക്കെ ചെറുപ്പക്കാരികളുടെ പേരെടുത്ത് പാടുന്ന പാട്ടുകൾ ഫാത്തിമയുടെയും നാസിയയുടെയും അതുപോലെ സൈനബയുടെയും ഒക്കെ പേര് വെച്ചുകൊണ്ടുള്ള പാട്ടാണ്. കണ്ണടച്ചാൽ നീയാണ്, കൽബകത്തിൽ നീയാണ് തുടങ്ങിയിട്ടുള്ള പാട്ടുകളാണ് യഥേഷ്ടം കേൾക്കുന്നത്. ഇതൊക്കെ നല്ലതാണ് എന്ന വിചാരമാണ് നമ്മുടെ സമൂഹത്തിൻ്റെ വിചാരം. വളരെ ചീപ്പായിട്ടുള്ള ഒരു സംസ്കാരത്തിലേക്ക് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു പാട്ട് ഇങ്ങനെ പാടി വെക്കുക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങളാരും എന്നെ കുറ്റം പറയരുതേ. നമ്മൾക്ക് പരലോകത്തെക്കുറിച്ച് ഓർമ്മിക്കാൻ പറ്റിയിട്ടുള്ള, അതുപോലെ മരണത്തെക്കുറിച്ച് ഓർക്കാൻ പറ്റിയ ഒരുപാട് പാട്ടുകളുണ്ട് അല്ലേ? എങ്കിലതൊന്ന് ഓർത്തു നോക്ക്. പരൻവിധി ചുമ്മാ വിട്ട് ചൊങ്കിൽ നടക്കുന്ന ശുചത്ത് നമുക്കുണ്ട് നാട്ടിലെ, കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടിലെ. അങ്ങനെ തുടങ്ങിയിട്ട് അതിൻ്റെ പല വരികളും. ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്, ഇലയും തണ്ണീരതും ചേർത്ത് മണ്ണതിനാലെ അടവാക്കും വീടവിലെ പാറിനെ, അടവാക്കും വീടവിലെ പാറിനെ. മരിച്ചുപോയ ഒരു മനുഷ്യൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ആ മരണത്തെക്കുറിച്ച്, ഖബറിലെ ജീവിതത്തെക്കുറിച്ച്. അങ്ങനെ തന്നെയും തൻ്റെ ഭർത്താവിനെയും ഏറ്റി ശവമഞ്ചത്തിലേറ്റി അങ്ങനെ പള്ളിക്കാട്ടിലേക്ക് തൻ്റെ ഭർത്താവിൻ്റെ ഭൗതിക ശരീരം കൊണ്ടുപോകുമ്പോൾ അതാ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പെണ്ണ് ചോദിക്കുകയാണ്, ഇനി ഉലകത്തിൽ താണി എന്നിലാരെന്ന്.
ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഇന്നത്തെ ചെറുപ്പക്കാരികളെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊരു വളരെ മോശമായ പാട്ടായിട്ടോ അതല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത പാട്ടായിട്ടോ തോന്നുകയാണ്. ഞാൻ പറയുന്നു, അത്തരത്തിലുള്ളൊരു ഗാനം പോലും നമ്മുടെ വീടുകളിൽ നിന്ന് കേൾക്കാൻ സാധ്യമല്ലാത്ത അവസ്ഥയിലേക്ക് അതിന് മാത്രം സിനിമയുടെയും സീരിയലുകളുടെയും പിന്നാലെ പോയിരിക്കുകയാണ് നമ്മൾ. പിന്നെ എങ്ങനെയാണ് നമ്മൾക്ക് നമ്മുടെ മരണത്തെക്കുറിച്ച് ഓർമ്മ ഉണ്ടാവുക, ഖബറിനെ കുറിച്ച് ഓർമ്മ ഉണ്ടാവുക? അതുകൊണ്ട് ഞാൻ ചുരുക്കത്തിൽ സൂചിപ്പിക്കുന്നു, നമ്മൾ ഏത് നിസ്സാര തെറ്റ് ചെയ്താലും ശരി, തൗബയില്ലാതെയാണ് നമ്മൾ ഇവിടെ നിന്ന് മരിച്ചു പോകുന്നത് എങ്കിൽ ആ തൗബ അല്ലാഹു സ്വീകരിച്ചിട്ടില്ല എങ്കിൽ നമ്മൾക്ക് ആ ചെറിയ ശിക്ഷയുടെ പേരിൽ ഖബറിൽ ശിക്ഷയുണ്ട് എന്നാണ്. ആ ചെറിയ തെറ്റിന്റെ പേരിൽ ഖബറിൽ ശിക്ഷയുണ്ട് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ നിസ്സാരമായി തള്ളിക്കറയാറുണ്ട്. എന്താ ഇതൊക്കെ വളരെ നിസ്സാരമായ കാര്യമല്ലേ എന്നൊരു തോന്നൽ. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിലെ ഒരായത്ത് ഞാൻ കേൾപ്പിക്കട്ടെ. വതഹ്സബൂനഹു ഹയ്യിനൻ വഹുവ ഇൻദല്ലാഹി അദീം. വതഹ്സബൂനഹു ഹയ്യിന, നിങ്ങളതാ ചില കാര്യങ്ങളെ നിസ്സാരമായി കാണുന്നു എങ്കിൽ വഹുവ ഇൻദല്ലാഹി അദീം, അത് അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെ ഗൗരവമുള്ളതാണ്. അന്യനെ കുറിച്ച് ആരോപണം പറയുക, അല്ലേ? സഹോദരന്മാരെ ചിന്തിച്ചു നോക്കുക. വ്യഭിചാര ആരോപണം പറയുക, അതുപോലെയുള്ള നേരത്തെ കേട്ടിട്ടുള്ള എന്തെങ്കിലും നിസ്സാരമായ തെറ്റ്, നമ്മൾക്ക് നിസ്സാരമാണ് എന്ന് തോന്നുന്നതെല്ലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ അത് വളരെ ഗൗരവമുള്ളതാണ്. അതിന് ശിക്ഷയുണ്ട്, അതിന് രക്ഷയുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ഏത് നന്മ എത്ര നിസ്സാരമായിരുന്നാലും ശരി, അതിന് രക്ഷയുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഏത് തിന്മ അത് എത്ര നിസ്സാരമായിരുന്നാലും ശരി, അതിന് ശിക്ഷ ഉണ്ട് എന്ന് തന്നെയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. എത്ര ചെറിയ തെറ്റിനും ഖബറിൽ ശിക്ഷയുണ്ട് എന്ന് നമ്മൾക്ക് ബോധ്യപ്പെടുന്ന ഒരു ഹദീസ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണാൻ വേണ്ടി. എത്ര ചെറിയ തെറ്റായിരുന്നാലും അതിനും ഖബറിൽ ശിക്ഷയുണ്ട് എന്നതാണല്ലോ പ്രവാചകന്റെ ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല ഖറജൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇറങ്ങി പുറപ്പെട്ടു. മദീനയുടെ ഒരു മതിലിൻ്റെ അടുത്തുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇറങ്ങി പുറപ്പെടുകയാണ്. അപ്പോൾ ഫസമിഅ സൗത ഇൻസാനൈനി യുഅദ്ദബാനി ഫീ ഖുബൂരിഹിമാ ഫഖാല യുഅദ്ദബാനി വമാ യുഅദ്ദബാനി ഫീ കബീറത്തിൻ കാന അഹദുഹുമാ ലാ യസ്തതിറു മിനൽ ബൗലി വകാന അൽ-ആഖറു യംശി ബിന്നമീമതി. മദീനയിലെ ഒരു മതിലിൻ്റെ അടുത്തുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നു പോകുമ്പോൾ സൗത ഇൻസാനൈനി, രണ്ട് മനുഷ്യന്മാരുടെ ശബ്ദം കേൾക്കുകയാണ്. ആ രണ്ട് മനുഷ്യന്മാരും യുഅദ്ദബാനി ഫീ ഖുബൂരിഹിമാ, അവരുടെ ഖബറിൽ നിന്ന് അവർ ശിക്ഷ അനുഭവിക്കുന്നതിൻ്റെ ശബ്ദമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കേട്ടത്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി പറയുകയാണ്, ഫഖാല യുഅദ്ദബാനി വമാ യുഅദ്ദബാനി ഫീ കബീറത്തിൻ, ഈ ഖബറിലുള്ള ഈ രണ്ട് ഖബറിലുമുള്ള മനുഷ്യന്മാർ ഇപ്പോൾ ശിക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, അവർ ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തിൻ്റെ പേരിലാണ്? വമാ യുഅദ്ദബാനി ഫീ കബീറത്തിൻ, ഒരു വലിയ തെറ്റ് ചെയ്തതിൻ്റെ പേരിലല്ല അവർ ഖബറിൽ ശിക്ഷ അനുഭവിക്കുന്നത്. കാന അഹദുഹുമാ ലാ യസ്തതിറു മിനൽ ബൗൽ, ആ ഖബറിലുള്ള ഒരു മനുഷ്യൻ ചെയ്ത തെറ്റെന്താ? അദ്ദേഹം മൂത്രിക്കാൻ ഇരുന്ന സന്ദർഭത്തിൽ മറ സ്വീകരിച്ചില്ല. ചെറുപ്പക്കാർ ആലോചിക്കണം, ഏതെങ്കിലും ഡ്രൈനേജിൻ്റെ അടുത്തൊക്കെ പോയി നിന്നിട്ട്, മതിലിൻ്റെ അടുത്തൊക്കെ പോയി നിന്നിട്ട് മറ സ്വീകരിക്കാതെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ ആൾക്കാർ കാണാവുന്ന രൂപത്തിൽ യാതൊരു നിലയും വിലയും ഇല്ലാതെ ഒരു സംസ്കാരവും കീപ്പ് ചെയ്യാതെയൊക്കെ മൂത്രമൊഴിക്കുക എന്നൊക്കെ പറയുന്ന ഏർപ്പാടുണ്ടല്ലോ, അതൊക്കെ വളരെ നിസ്സാരമായി തോന്നാറുണ്ട് നമ്മൾക്കെങ്കിൽ അങ്ങനെയുള്ള ഒരു നിസ്സാരമായ തെറ്റാണ് ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ ചെയ്തത് എന്നതാണ്. ലാ യസ്തതിറു മിനൽ ബൗൽ, മൂത്രിക്കാനിരുന്നാൽ അദ്ദേഹം മറ സ്വീകരിക്കുമായിരുന്നില്ല. അതിൻ്റെ പേരിലാണ് ആ മനുഷ്യനെ ഖബറിൽ അള്ളാഹു ശിക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ്. വകാനൽ ആഖറു യംശി ബിന്നമീമതി, രണ്ടാമത്തെ മനുഷ്യന്റെ ഖബറിൽ ആ മനുഷ്യൻ ശിക്ഷക്ക് വിധേയനാവുന്ന കാര്യം എന്താണ്? ആ മനുഷ്യന്റെ പണി ഏഷണി ഭീഷണി പറഞ്ഞടക്കലായിരുന്നു. കണ്ണിൽ കണ്ടവരെയൊക്കെ, ആ മനുഷ്യന്മാരെയൊക്കെ, അവനിഷ്ടമില്ലാത്തവരെയൊക്കെ കുറിച്ച് ആരോപണങ്ങൾ പറഞ്ഞു നടക്കലാണ് അവൻ്റെ ജോലി. അത് ജോലിയായി സ്വീകരിച്ചവനായിരുന്നുവൻ, അതുകൊണ്ടാണ് അവൻ ആ ഖബറിൽ ശിക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് സഹോദരന്മാരെ,
സഹോദരിമാരെ, ഈ നിലക്കാണ് ഖബറിലെ അവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കണം. എത്ര നിസാരമായ തെറ്റ് ചെയ്താലും ഖബറിൽ ശിക്ഷയുണ്ട്. അതുകൊണ്ട് ആ ഖബറിലെ ശിക്ഷയും ആ ഖബറിലെ ജീവിതവും മറന്നുകൊണ്ടാണ് ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ നമ്മൾ തന്നെയാണ് ഏറ്റവും മോശമായ മനുഷ്യൻ. അള്ളാഹുവിൻ്റെ അടിമകളിൽ നിന്ന് ഏറ്റവും മോശമായ അടിമ ഒരടിമയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ബിഅസൽ അബ്ദു അബ്ദുൻ സഹാവല വനസിയൽ മഖാബിറ വൽ ബിലാ. ഒരടിമ, ഒരു മനുഷ്യൻ എത്രയോ ചീത്തയായിരിക്കുന്നു. കാരണം എന്താണ്? സഹാവലഹ, അവൻ അശ്രദ്ധനായി നടന്നുകൊണ്ടേയിരിക്കുകയാണ്. വനസിയൽ മഖാബിറ, അവന് നാളെ പോയി കിടക്കാനുള്ള ഖബറവൻ മറന്നുപോയി. വൽ ബിലാ, ആ ഖബറിൻ്റെ അകത്തളത്തിൽ എല്ലും പല്ലും അതുപോലെ അങ്ങനെ ഒരുപിടി ചാരമായി അവശേഷിക്കാനുള്ളവനാണ്. അങ്ങനെ നുരുമ്പി മണ്ണിൽ ലയിച്ച് പോവാനുള്ളവനാണ് അവൻ എന്ന ബോധമില്ലാതെ ജീവിക്കുന്നവനാണ് ഏറ്റവും മോശമായ മനുഷ്യനെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ മണ്ണറ അത് മണിയറയാക്കാൻ സാധിക്കണം. നന്മകൾ ചെയ്ത് സുഹൃതം ചെയ്താണ് നമ്മൾ ഈ ലോകത്ത് നിന്ന് ആ മണ്ണറയിലേക്ക് പോകുന്നത് എങ്കിൽ നമ്മൾക്കെല്ലാം ഒരു മണിയറ കഴിഞ്ഞു പോയിട്ടുണ്ടാവാം, ഒരാദ്യരാത്രി കഴിഞ്ഞു പോയിട്ടുണ്ടാവാമെങ്കിൽ രണ്ടാമത്തെ ഒരാദ്യരാത്രി കൂടി നമ്മൾക്ക് കടന്നു വരാനുണ്ട്. ആ രണ്ടാമത്തെ ആദ്യരാത്രിയും നമ്മുടെ ഒന്നാമത്തെ ആദ്യരാത്രി പോലെ ആവേണ്ടതുണ്ട്. രക്ഷിതാക്കളെ, നമ്മൾ ചിന്തിക്കുക. നമ്മളിലേറെ പേർക്കും, എൻ്റെ മുമ്പിലുള്ള അധികം ആൾക്കാർക്കും അങ്ങനെ ഒരു രാത്രി കഴിഞ്ഞു പോയവരാവാം, ഒന്നാമത്തെ ആദ്യരാത്രി. എങ്കിൽ രണ്ടാമത്തെ ഒരു ആദ്യരാത്രി കൂടിയുണ്ട്. അത് മണ്ണറയിലുള്ള ആദ്യരാത്രിയാണ്. ആ ആദ്യരാത്രി നമ്മൾക്ക് മണിയറയിലെ ആദ്യരാത്രി പോലെ അതിനേക്കാൾ സുഖമുള്ളതാവാൻ സാധിക്കണം, ആക്കി തീർക്കാൻ സാധിക്കണം. അള്ളാഹുവിൻ്റെ മലക്കുകൾ നമ്മളോട് പറയണം, നം കനൗമത്തിൽ അറൂസ്, നം കനൗമത്തിൽ അറൂസ്, നീ ഉറങ്ങിക്കൊള്ളുക. ഒരു പുതുമണവാളൻ, ഒരു പുതുമണവാട്ടി അവളുടെ ആദ്യരാത്രിയിൽ മണിയറയിൽ കഴിച്ചു കൂട്ടുന്നത് പോലെ നീ അതേ ബർസഖിയായ ലോകത്ത് ഖിയാമം വരെ കഴിച്ചു കൂട്ടുക എന്ന് നമ്മളോട് പറയാവുന്ന രൂപത്തിൽ നമ്മൾ വളരണം, നമ്മൾ നന്നാവണം. അതുകൊണ്ട് നമ്മളതിനെയൊന്നും നിഷേധിക്കാതെ നമ്മൾ മുന്നോട്ട് പോവുക. നമ്മുടെ ശരീരം ഈ മണ്ണിൽ ലയിച്ചു പോയാലും ശരി, നമ്മുടെ ശരീരത്തിൽ എന്നെന്നും ലയിച്ചു പോവാതെ, നമ്മുടെ മണ്ണിൽ ലയിച്ചു പോവാതെ എന്നെന്നും നിൽക്കുന്ന ഒരു എല്ലിനെ സൃഷ്ടിച്ചവനാണ് രാജാതിരാജനായ പടച്ചറപ്പ്. സംശയിക്കേണ്ടതില്ല. നമ്മൾ ഈ മണ്ണിൽ ലയിച്ചു പോയാലും ശരി, മണ്ണിൽ ലയിക്കാതെ നിൽക്കുന്ന വളരെ നിസ്സാരമായ ഒരു എല്ലിൻ കഷ്ണം നമ്മുടെ ശരീരത്തിൽ അള്ളാഹു ഇറക്കി വെച്ചിരിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നമ്മൾ നിഷേധിക്കേണ്ട. ഇങ്ങനെ മണ്ണിൽ ലയിച്ചതിന് ശേഷം വീണ്ടും ഒരു ജന്മമോ നമ്മൾക്ക് ഉണ്ട്. അത് വ്യക്തമാക്കുന്ന ഒരു ഹദീസ് കേൾക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫിൽ ഇൻസാനി അൽമൻ ലാ തഅകുലുഹു വൽ അർദു അബദാ ഫീഹി യുറക്കബു യൗമൽ ഖിയാമ. ഇന്ന ഫിൽ ഇൻസാനി അൽമൻ, മനുഷ്യന്റെ ശരീരത്തിൽ ഒരു എല്ലിൻ കഷ്ണമുണ്ട്. ലാ തഅകുലുഹു വൽ അർദു അബദാ, അതൊരിക്കലും തന്നെ മണ്ണ് തിന്നുന്നതല്ല. ഫീഹി യുറക്കബു യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ അന്ന് ആ എല്ലിൻ കഷ്ണത്തിലായിരിക്കും അവനെ വീണ്ടും പുനർജനിപ്പിക്കുക എന്ന്. ആ നിലക്കൊരു പുനർജന്മം നമ്മൾക്കുണ്ട് എന്ന വിശ്വാസം നമ്മളിൽ ഉണ്ടാവണം. അത് നമ്മുടെ ഈമാനിൽ ലയിച്ചു ചേരണം. സഹോദരിമാരെ, സഹോദരന്മാരെ, അതുകൊണ്ട് ആ ബർസഖിയായ ലോകത്തു നിന്ന് ആ എല്ലിൻ കഷ്ണം ദ്രവിക്കാതെ കിടക്കുന്ന ആ എല്ലിൻ കഷ്ണത്തിൽ നിന്ന് വീണ്ടും നമ്മൾക്ക് പുനർജന്മം നൽകിയിട്ട് അള്ളാഹുവിൻ്റെ ആ മഹ്ശറ ലോകത്ത് അള്ളാഹുവിൻ്റെ ജുഡീഷ്യറിക്ക് മുമ്പിൽ അള്ളാഹുവിൻ്റെ കോർട്ടിൽ നമ്മളെ വീണ്ടും കൊണ്ടുവരുന്നതാണ് എന്ന ബോധം അവിടെ നമ്മൾക്ക് ഉറച്ചു നിൽക്കാൻ, ഇടറാതെ പതറാതെ നമ്മൾക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കണം. അവിടെ ഒരു വിഭാഗം ആൾക്കാർക്ക് ഇടറാതെ പതറാതെ ഉറച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അവരാരാണ്? മൻ മാത മുറാബിതൻ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോയവരാണവർ. ഏത് ഭൗതികമായ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും ശരി, അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിനെ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, ഉറച്ചു നിൽക്കുക. അങ്ങനെയുള്ള ആൾക്കാർ
ഖിയാമത്ത് നാളിൽ അല്ലാഹു അവരെ പുനർജനിപ്പിക്കുന്നതാണ്. ആമിനൻ മിനൽ ഫസഇൽ അക്ബർ, ആ ഭീകരമായ ബീഭത്സമായ മഹ്ശറ ലോകത്ത് ഒരു വിഭാഗം ആൾക്കാർക്ക് അങ്ങേയറ്റത്തെ നിർഭയത്വമായിരിക്കും. അവർക്ക് വല്ലാത്ത അമ്നായിരിക്കും. എല്ലാവരും ബേജാറിലും വെപ്രാളത്തിലുമാണെങ്കിൽ ഒരു വിഭാഗം ആൾക്കാർ നിർഭയത്വത്തിലായിരിക്കും. അവർ അങ്ങേയറ്റത്തെ സെക്യൂരിറ്റി അവർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ മഹ്ശറ ലോകത്ത് ആ ഒരു അമ്നോടുകൂടി നമ്മൾക്ക് ഇടറാതെ പതറാതെ പേടിക്കാതെ ഭയപ്പെടാതെ പ്രതീക്ഷയോടുകൂടി നിൽക്കാൻ സാധിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ ഈ ലോകത്ത് ഈ ദുന്യവിയായ കാലഘട്ടത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുക. സ്ഥൈര്യത്തോടുകൂടി ഏത് ഭൗതികമായ സുഖഭോഗങ്ങൾ നമ്മളെ പിടിച്ചു വലിച്ചാലും ശരി, അങ്ങോട്ട് നമ്മൾ ചാഞ്ഞു പോവാതെ ചരിഞ്ഞു പോവാതെ ആദ്യം സൂചിപ്പിച്ച ആ അല്പം വിരക്തി കൈവരിച്ചുകൊണ്ട് മരണത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നമ്മൾക്ക് മുന്നോട്ട് പോവാൻ സാധിച്ചാൽ ആ ലോകത്തും നമ്മൾക്ക് നിർഭയത്വമുണ്ടാവും. നമ്മൾക്ക് ഒരുപാട് കടമകളും കടപ്പാടുകളും ബാധ്യതകളും ഒക്കെ ഉണ്ട്. അതെല്ലാം നമ്മൾ നിർവഹിച്ചേ പറ്റൂ. കണിശമായും നമ്മളത് നിർവഹിച്ചേ പറ്റൂ. ആ ഒരു ബോധവും കൂടി നമ്മൾക്ക് വേണം. ചെറുപ്പക്കാരോട് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു, നിങ്ങൾ ഈ സമൂഹത്തിൻ്റെ സമുദായത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങളാണ്. നിങ്ങളിങ്ങനെ ഡിസോർഡറായി ജീവിക്കേണ്ടവരല്ല, അലക്ഷ്യമായി നീങ്ങേണ്ടവരല്ല, പങ്കായം നഷ്ടപ്പെട്ട തോണി കണക്കെ നിങ്ങൾ നീങ്ങേണ്ടവരല്ല. നിങ്ങൾ അനുകൂലമായ കാലാവസ്ഥകൾ മനസ്സിലാക്കിയിട്ട് ആ അനുകൂലമായ കാലാവസ്ഥകൾ ഉണ്ടാക്കേണ്ടവരാണ്. പ്രതികൂലമായ കാലാവസ്ഥകളെ അതിജീവിക്കേണ്ടവരാണ്. നിങ്ങൾ ഈ സമൂഹത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങളാണ്. നിങ്ങളുടെ സന്താനങ്ങളും നന്നാവണം, നിങ്ങളും നന്നാവണം. ഈ ലോകത്തെ രക്ഷപ്പെടുത്താനുള്ളവരാണ് നിങ്ങൾ. നമ്മൾക്കൊരുപാട് ധർമ്മം നിർവഹിക്കാനുണ്ട്, ഒരുപാട് കടമകളുണ്ട്, ഒരുപാട് കടപ്പാടുകളുണ്ട്. ആ കടമകളും കടപ്പാടുകളും എല്ലാം മറന്നുകൊണ്ടാണ് ഈ ലോകത്ത് ഞാനും നിങ്ങളും ജീവിക്കുന്നത് എങ്കിൽ അള്ളാഹുവിനോടുള്ള കടപ്പാടുകൾ, സത്യവിശ്വാസികളോടുള്ള കടപ്പാടുകൾ, മാതാവിനോട് പിതാവിനോടൊക്കെയുള്ള കടപ്പാടുകൾ, കൃത്യമായും നമ്മുടെ കുട്ടികളോടുള്ള സമൂഹത്തോടുള്ള കടപ്പാടുകളെല്ലാം കൃത്യമായും നിർവഹിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ മഹ്ശറ ലോകത്ത് വെച്ച് കൃത്യമായും നമ്മൾ ഉത്തരം പറയേണ്ടി വരും. കണിശമായും നമ്മൾ ഉത്തരം പറയേണ്ടി വരും. ഒരടി മുന്നോട്ട് വെക്കാൻ രാജാതിരാജനായ പടച്ചറപ്പിന്റെ കോർട്ടിൽ നമ്മൾക്ക് സാധ്യമല്ല. ഒരൊറ്റ ഹദീസ് മാത്രം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു. നമ്മൾ ഒരുപാട് കടമകളും കടപ്പാടുകളൊക്കെ മറന്നു പോകുന്നവരാണ്. ഒരുപാട് അമാനത്തുകൾ അത് കൃത്യമായി നിർവഹിക്കാത്തവരാണ് എങ്കിൽ എല്ലാ കടമകളും കടപ്പാടുകളെക്കുറിച്ചും കൃത്യമായും ചോദിക്കുകയും അള്ളാഹു ആ ലോകത്ത് എല്ലാം പരസ്പരം ചെയ്യാൻ നമ്മളോട് പറയുകയും ചെയ്യും എന്ന് സൂചന നൽകുന്ന ഒരു ഹദീസുണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ വചനങ്ങളിൽ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്, ഖാല ലതുഅദ്ദുന്നൽ ഹുഖൂഖ ഇലാ അഹ്ലിഹാ യൗമൽ ഖിയാമ ഹത്താ യുഖാദ ലിശ്ശാത്തിൽ ജൽഹാഇ മിനശ്ശാത്തിൽ ഖർനാ. അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ വാക്കുകളാണത്. ഖാല ലതുഅദ്ദുന്നൽ ഹുഖൂഖ ഇലാ അഹ്ലിഹാ, ഓരോ ആൾക്കാർക്കും കിട്ടേണ്ട കാര്യങ്ങളൊക്കെ തന്നെയും കൃത്യമായും അള്ളാഹു അവിടെ വെച്ച് നിർവഹിച്ചു കൊടുക്കുന്നതാണ്, അള്ളാഹു വാങ്ങിക്കൊടുക്കുന്നതാണ്. ചില ആൾക്കാർ ചിലർക്ക് എന്തെങ്കിലും കൊടുത്തിട്ടില്ല എങ്കിൽ അത് അവിടെ നിന്ന് തന്നെ അള്ളാഹുവിൻ്റെ ആ ലോകത്ത് നിന്ന് ഇവിടുന്ന് കൊടുക്കാത്ത നമ്മൾ അവിടെ നിന്ന് കൊടുക്കേണ്ടി വരും എന്നർത്ഥം. അല്ലെങ്കിൽ നമ്മുടെ നന്മകളെടുത്ത് അള്ളാഹുവിന് കൊടുക്കും. ഞാൻ വിശദീകരിക്കുന്നില്ല. യൗമൽ ഖിയാമത്തി ഏതുവരെ അള്ളാഹു കൃത്യമായും കണിശമായും നമ്മുടെ കണക്കുകൾ നോക്കുമെന്നതിലേക്കുള്ള സൂചനയാണ് ഈ ഹദീസ് നമ്മൾക്ക് നൽകുന്നത്. യൗമൽ ഖിയാമത്തി ഹത്താ യുഖാദ ലിശ്ശാത്തിൽ ജൽഹാഇ മിനശ്ശാത്തിൽ ഖർനാ. ഒരു കൊമ്പുള്ള ആട് കൊമ്പ് ഇല്ലാത്ത ഒരാടിനെ ഈ ദുനിയാവിൽ വെച്ച് കുത്തിയെങ്കിൽ ആ സാധുവായ കൊമ്പില്ലാത്ത ആടിന് അള്ളാഹു പരലോകത്ത് വെച്ച് കൊമ്പ് കൊടുത്തിട്ട് കൊമ്പുള്ള ആടിനെ തിരിച്ചു കുത്താൻ ആ ലോകത്ത് വെച്ച് അള്ളാഹു പറയുന്നതാണ് എന്ന് ഈ ഹദീസ് എന്താണ് നമ്മളെ പഠിപ്പിക്കേണ്ടത്? അത്രക്ക് കണിശമായിരിക്കും അള്ളാഹുവിൻ്റെ വിചാരണ. അതുകൊണ്ട് നമ്മുടെ കടമകളെക്കുറിച്ചും കടപ്പാടുകളെക്കുറിച്ചും ബാധ്യതകളെക്കുറിച്ചും അമാനത്തുകളെക്കുറിച്ചും നമ്മൾക്കൊരു ബോധമുണ്ടാവണം. അതിനുവേണ്ടിയാണ് അത് സൂചിപ്പിച്ചത്. അവിടെയാണ് കാഫിർ പരിതപിക്കുമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നത്.
മഹ്ശറയിൽ ഈ മിണ്ടാപ്രാണികളെ, ഈ ജീവികളൊക്കെ ഈ രൂപത്തിലൊക്കെ കൈകാര്യം ചെയ്തിട്ട് പിന്നെ അവർക്ക് നരകമില്ല, സ്വർഗവുമില്ല. അവരോട് പറയുന്നത് നിങ്ങൾ മണ്ണായി പോയിക്കൊള്ളുക എന്നാണ്, നിങ്ങളൊക്കെയും മണ്ണായി പോവുക എന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. ഖുർആനിൽ സൂറത്തുൻ നബ് പഠിച്ചവരായിരിക്കാം നമ്മളേവരും അല്ലേ? അവിടെ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ അവസാനമായി പറയുന്ന ആയത്തിൽ എന്താ പറയുന്നത്? യാ ലൈതനീ കുന്തു തുറാബാ, ഞാനും അതുപോലെ മണ്ണായി പോയിരുന്നുവെങ്കിൽ എന്ന് അതാ കാഫിറായ സത്യനിഷേധിയായ മുജ്രിമായ കുറ്റവാളിയായ മനുഷ്യൻ പരിതപിക്കുകയാണ്. അള്ളാഹു ഈ മിണ്ടാപ്രാണികളോട് മണ്ണായി പോവാൻ പറയുമ്പോൾ, പടച്ചവനെ ഞാനും ആ കൂട്ടത്തിൽ, കന്നുകാലികളുടെ കൂട്ടത്തിൽ, ഏഴകളുടെ, മിണ്ടാപ്രാണികളുടെ, ജീവജാലങ്ങളുടെ കൂട്ടത്തിൽ ഞാനും പെട്ടിരുന്നെങ്കിലെന്ന് പരിതപിക്കുന്ന ഒരവസ്ഥ നമ്മൾക്ക് വന്നാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആലോചിക്കുക. അതുകൊണ്ട് ആ മഹ്ശറയിലെ ഭീകരമായ രംഗങ്ങളിൽ നിന്ന് നമ്മൾക്ക് രക്ഷപ്പെടാൻ സാധിക്കണം. പിന്നീട് സൂചിപ്പിക്കേണ്ടത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പിന്നീട് നമ്മുടെ മുമ്പിലുള്ളത് മഹ്ശറയിൽ സ്വർഗവും നരകവുമാണ്. നരകത്തെക്കുറിച്ച് പറഞ്ഞാൽ എത്രയോ സംഭവങ്ങൾ പ്രവാചകൻ നമ്മളെ കേൾപ്പിച്ചിട്ടുണ്ട്. ആ നരകത്തിലെ ഒരുപാട് യാതനകളെക്കുറിച്ച്, വേദനകളെക്കുറിച്ച്, അവിടെയുള്ള ഒരുപാട് ഭീകരമായ അവസ്ഥകളെക്കുറിച്ച് ഖുർആൻ നല്ലൊരു ഭാഗം തന്നെ അതിനു വേണ്ടി ചെലവഴിച്ചതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾ ഖുർആൻ പഠിക്കണം. ഖുർആനിന്റെ നല്ലൊരു ഭാഗവും പരലോകത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാ അള്ളാഹു നീക്കിവെച്ചത്, നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും പറയാൻ. അതുകൊണ്ട് നരകത്തിന്റെ അവസ്ഥയെക്കുറിച്ചൊന്ന് സൂചിപ്പിക്കണമല്ലോ, സ്വർഗത്തെക്കുറിച്ചും സൂചിപ്പിക്കണമല്ലോ. ആ നരകത്തിലേക്കും സ്വർഗത്തിലേക്കും നമ്മൾ എത്തിക്കഴിഞ്ഞാൽ, നരകത്തിലായിരുന്നാലും സ്വർഗത്തിലായിരുന്നാലും മരണമില്ല എന്നത് നമ്മൾ ഓർത്താൽ മതി. ഈ ദുനിയാവിൽ പലപ്പോഴും നമ്മൾ ആശ്വസിക്കാറുണ്ട്. ഒരുപാട് വേദന സഹിക്കുമ്പോൾ കാണുന്നവരും പറയും, അനുഭവിക്കുന്നവനും പറയും, ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. നേരത്തെ പറഞ്ഞ മാതിരി ചിലപ്പോൾ അവന് റാഹത്താവാം മരണം, ചിലപ്പോൾ അവന് ശിക്ഷയാവാം. ഏതോ ആവട്ടെ, ഏതായിരുന്നാലും ശരി, നമ്മുടെ മരണം അവിടെ നടക്കില്ല, ഇവിടെ നടക്കൂ. ഇവിടെ മാത്രമേ ഈ മരണം എന്ന് പറയുന്നതുള്ളൂ. പരലോകത്ത് മരണമില്ല. ഖുർആൻ പറഞ്ഞതാണല്ലോ നമ്മളെന്നും കേൾക്കുന്ന, എല്ലാ ആഴ്ചയും കേൾക്കുന്ന ആ അധ്യായത്തിൽ അള്ളാഹു പറഞ്ഞത് എന്താ? ലാ യമൂതു ഫീഹാ വലാ യഹ്യാ, ലാ യമൂതു ഫീഹാ വലാ യഹ്യാ. ആ നരകാഗ്നിയിൽ ആരെങ്കിലും പ്രവേശിച്ചു കഴിഞ്ഞാൽ ലാ യമൂതു ഫീഹാ വലാ യഹ്യാ, അവിടെ മരണവുമില്ല, ജീവിതവുമില്ല. ഒരുപാട് കിടങ്ങുകളാണ്, ഒരുപാട് ചങ്ങലക്കെട്ടുകളാണ്, പലതരത്തിലുള്ള ശിക്ഷയാണ്, പലരുടെയും പ്രവർത്തനത്തിനനുസരിച്ച് ശിക്ഷയാണ് അവിടെ അനുഭവിക്കുക. തിന്നാനോ കുടിക്കാനോ എന്താണ് ലഭിക്കുന്നത്? ചീഞ്ഞളിഞ്ഞ അതേ ദുർഗന്ധം വമിക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ദുർനീരാണ് അള്ളാഹു നമ്മളോട് കുടിക്കാൻ പറയുക. നരകത്തിലുള്ള കുറ്റവാളികളോട് ഭക്ഷണം ചോദിക്കുമ്പോൾ, വെള്ളം ചോദിക്കുമ്പോൾ അവിടെ അവർക്ക് ഭക്ഷണമുണ്ട്, വെള്ളമുണ്ട്. നരകത്തിന് അടിയിലെ തട്ടിൽ നിന്ന് മുളച്ച് പൊന്തി വരുന്ന സഖൂം എന്ന വൃക്ഷത്തിലെ കായ്കളും കനികളും പറിച്ചു തിന്നാൻ നമ്മളോട് അള്ളാഹു പറയുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുകയാണ്. വെള്ളം ചോദിച്ചാൽ മനുഷ്യ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ദുർനീര് കുടിക്കാൻ പറയും, തിളച്ചുമറിയുന്ന വെള്ളം കുടിക്കാൻ പറയും. കുടലിനെ ആമാശയത്തെ എല്ലാം ഉരുക്കിക്കളയുന്ന വെള്ളമാണ് കുടിക്കാൻ പറയുക. അതേ തൊണ്ടയിൽ കെട്ടി നിൽക്കുന്ന വിശപ്പിനെ അകറ്റാത്ത, ശരീരത്തെ പോഷിപ്പിക്കാത്ത മുള്ള് മരത്തിൽ നിന്നുള്ള അതിൻ്റെ കായ്കളാണ്, ദുർഗന്ധം വമിക്കുന്ന കായ്കളാണ് നമ്മളോട് തിന്നാൻ അള്ളാഹുവിൻ്റെ കൽപ്പന. അതുകൊണ്ട് അങ്ങനെയുള്ള ഭക്ഷണം കഴിച്ച് ആ രൂപത്തിലുള്ള ഭീകരമായ ശിക്ഷകൾ ഏറ്റുവാങ്ങി കിടക്കാനുള്ളതാണ് നരകം. ആ നരകത്തിൽ ലാ യമൂതു ഫീഹാ വലാ യഹ്യാ, മരണവുമില്ല, ജീവിതവും ഇല്ല. ഒരു ഹദീസ് ശ്രദ്ധിക്കുക. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, ഇദാ സാറ അഹ്ലുൽ ജന്നത്തി ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള ആൾക്കാരൊക്കെയും സ്വർഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, അവസാന സമയം
കുറേയൊക്കെ സ്വർഗത്തിൽ, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് പോവേണ്ടവരുണ്ടാവാം. അങ്ങനെ അവസാന ഘട്ടത്തിൽ നരകത്തിലേക്ക് പോവേണ്ടവരെ എല്ലാവരെയും അള്ളാഹു നരകത്തിലേക്കും സ്വർഗത്തിലേക്ക് പോവേണ്ടവരെ സ്വർഗത്തിലേക്കുമാക്കി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, സ്വർഗത്തിലേക്കുള്ളവരും നരകത്തിലേക്കുള്ളവരും എല്ലാം രണ്ട് ഭാഗത്തേക്കും അങ്ങനെ കൃത്യമായും പോയി കഴിഞ്ഞാൽ അതാ ജി അബിൽ മൗത്തി, മരണമെന്ന് പറയുന്ന അലംഘനീയമായ യാഥാർത്ഥ്യത്തെ അള്ളാഹു അതാ ഒരാടിൻ്റെ ഷേപ്പിലേക്ക് ആ മരണത്തെ മാറ്റിയിട്ട് അള്ളാഹു ആ മരണമെന്ന് പറയുന്ന ആടിനെ കൊണ്ടുവരുമെന്നാണ്. മരണമെന്ന് പറയുന്നതിന് എന്തൊരു അസ്തിത്വമാണോ ഉള്ളത്, അതിനെ ആടിൻ്റെ രൂപത്തിലേക്ക് അതിനെ ഷേപ്പ് മാറ്റിയിട്ട് അതിനെ കൊണ്ടുവരും. എന്നിട്ട് പ്രവാചകൻ പറയുന്നു, ഹത്താ യജഅല ബൈനൽ ജന്നത്തി വന്നാർ, നരകത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും ഇടയ്ക്കുള്ള ഒരു സ്ഥലത്ത് സ്വർഗത്തിലുള്ളവർക്കും നരകത്തിലുള്ളവർക്കും കാണാവുന്ന ദൂരത്തിൽ കാണാവുന്ന രൂപത്തിൽ അവിടെ നിർത്തിയിട്ട് ആ ആടിനെ അവിടെ വെച്ച് അറുക്കുകയാണ്. ശ്രദ്ധിക്കുക, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ആ ആടിനെ സ്വർഗത്തിലുള്ളവർ കാണുകയെ അതുപോലെ നരകത്തിലുള്ളവർ കാണുന്ന രൂപത്തിൽ ആ യാഥാർത്ഥ്യമാകുന്ന മരണമാകുന്ന ആടിനെ അവിടെ വെച്ച് അറുത്തിട്ട് അതാ വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയുകയാണ്, അല്ലയോ സ്വർഗത്തിലുള്ളവരെ നിങ്ങൾക്കിനി മരണമില്ല, അല്ലയോ നരകത്തിലുള്ളവരെ നിങ്ങൾക്കും മരണമില്ല. അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ, ആ നരകത്തിലകപ്പെട്ടാൽ പിന്നെ മരണവുമില്ല ജീവിതവുമില്ല എന്ന ആ ഒരു ബോധമുണ്ടാവണം. അങ്ങനെയുള്ള ആ നരകാഗ്നിയിൽ നമ്മൾ അകപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ സൂക്ഷിക്കണേ. സ്വർഗലോകം എന്ന് പറയുന്നത് എന്തും ലഭിക്കുന്ന സ്വർഗലോകം, നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം ലഭിക്കുന്ന ലോകമാണ് സ്വർഗം. ആ ലോകമെന്ന് പറയുന്നത് ഒലക്കും, നിങ്ങൾ എന്തൊക്കെയാണോ നിങ്ങളുടെ മനസ്സുകൾ എന്തൊക്കെയാണോ കൊതിക്കുന്നത് അതെല്ലാം ലഭിക്കുന്ന ഒരു ലോകമാണ്, സുന്ദരമായ ഒരു ലോകമാണ്. അവിടെയുള്ള ഒരനുഗ്രഹം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സ്വർഗലോകത്തെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. ആ കൂട്ടത്തിൽ ഒരു കാര്യം മാത്രം, സത്യവിശ്വാസികൾക്ക് അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളിൽ നിന്ന് ഏറ്റവും വലിയൊരു അനുഗ്രഹമുണ്ട്. എല്ലാ അനുഗ്രഹവും അവർ മറന്നു പോകുന്ന ഒരനുഗ്രഹമാണത്. അതെന്താ എന്ന് ചോദിച്ചാൽ, അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ സ്വർഗത്തിലുള്ള ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ അവരതൊക്കെയും മറന്നു പോകുന്ന ഒരനുഗ്രഹം അള്ളാഹു അവർക്ക് നൽകുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ലില്ലദീന അഹ്സനുൽ ഹുസ്നാ വസിയാദത്തുൻ, ഏറ്റവും നല്ല നിലയിൽ നന്മകൾ ചെയ്ത ആൾക്കാർക്ക് ഖുർആൻ സൂചിപ്പിച്ചു വസിയാദത്തുൻ, വർദ്ധനവുണ്ട് എന്ന്. സ്വർഗത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്, ആ കൂട്ടത്തിൽ ഒരു വർദ്ധനവ്, ഏറ്റവും കൂടുതൽ നന്മ നല്ല നിലയിൽ ചെയ്തവർക്കുണ്ട് എന്ന് പറഞ്ഞ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മുഫസ്സിറുകൾ മുഴുവനും രേഖപ്പെടുത്തിയത് ആ അനുഗ്രഹം എന്താണ്? റുഇയത്തുല്ലാഹ്, അള്ളാഹുവിനെ കാണലാണ്. അല്ലേ, ഇതുവരെ നമ്മൾ ആരാധിച്ച നമ്മുടെ ആരാധ്യനായ പടച്ച റബ്ബിന്റെ ശരീരം ഒന്ന് കാണണ്ടേ, അള്ളാഹുവിന്റെ അസ്തിത്വം ഒന്ന് കാണണ്ടേ. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അള്ളാഹു എത്തുമാത്രം സൗന്ദര്യമുള്ളവനാണ്. അപ്രപാളികളിൽ മിന്നിമറിയുന്ന നടിമാരെയോ നടന്മാരെയോ കണ്ടിട്ട് അവരാണ് ഏറ്റവും വലിയ സുന്ദരന്മാരെന്നോ സുന്ദരിമാരെന്നോ തെറ്റിദ്ധരിച്ചു പോയെങ്കിൽ അള്ളാഹു രാജാതിരാജനായ പടച്ചറബിൻ്റെ ശരീരം എന്ന് പറയുന്നത്, അവൻ്റെ അസ്തിത്വം എന്ന് പറയുന്നത്, അതാണ് ഏറ്റവും വലിയ സുന്ദരമായ ശരീരം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ സുന്ദരമായ അള്ളാഹുവിൻ്റെ അസ്തിത്വം പരലോകത്ത് വെച്ച് ആർക്കാണ് കാണാൻ സാധിക്കുക? സ്വർഗലോകത്തിലുള്ള സത്യവിശ്വാസികൾക്ക് മാത്രം അള്ളാഹു നൽകുന്ന ഒരു അനുഗ്രഹമാണ്. അള്ളാഹുവിനെ അങ്ങ് കാണുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിൻ്റെ അസ്തിത്വം സത്യവിശ്വാസികൾ കാണുമ്പോൾ മറ്റുള്ള എല്ലാ അനുഗ്രഹങ്ങളും അവർ മറന്നു പോകുമെന്നാണ്. സ്വർഗത്തിൽ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ സുഖങ്ങളും അവർ മറന്നു പോകുന്നതാണ്. അള്ളാഹുവിനെ അവർ കാണുമ്പോൾ പൂർണ്ണചന്ദ്രനെ നിങ്ങൾ ഇന്ന് കാണുന്നത് പോലെ നിങ്ങൾ അള്ളാഹുവിനെ കാണുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ. അതുകൊണ്ട് ആ
അള്ളാഹുവിനെ നമ്മൾക്കൊന്ന് കാണണം. ആ സ്വർഗലോകത്തിലേക്ക് നമ്മൾക്കൊന്ന് കാലെടുത്ത് വെക്കണം. അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ തന്നെയും ഈ ലോകത്ത് വെച്ച് നമ്മൾ ചെയ്തേ പറ്റൂ. അവസാനമായി വീണ്ടും എനിക്ക് അവസാനമായി സൂചിപ്പിക്കാനുള്ളത് മരണത്തെക്കുറിച്ചാണ്. നമ്മുടെ ഈ അശ്രദ്ധമായ ഈ ജീവിതം അത് ഒരു നാളിൽ നമ്മൾ പരിതപിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മളെ നീക്കും. നമ്മുടെ മനസ്സ് വിചാരിച്ചെടുത്ത് നമ്മുടെ ശരീരം എത്തിക്കാൻ കഴിയാത്തൊരു കാലഘട്ടം നമ്മൾക്ക് ഈ ദുനിയാവിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മനസ്സ് വിചാരിച്ചെടുത്ത് നമ്മുടെ ശരീരം എത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നിട്ട് കിടക്കപ്പായിൽ രോഗശയ്യയിൽ കിടക്കുമ്പോൾ പടച്ചവനെ ഞാൻ നല്ലത് ചെയ്തു കൊള്ളാം തമ്പുരാനെ, എനിക്കൊന്ന് എഴുന്നേറ്റ് പോവാനുള്ള ആരോഗ്യം കൊണ്ടാ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. പള്ളിയിൽ പോവാത്തവനപ്പോൾ തോന്നുകയാണ് പള്ളിയിൽ പോയാൽ തരക്കേടില്ലായിരുന്നു, പക്ഷേ ചിലപ്പോൾ രക്ഷപ്പെടില്ല. അതുകൊണ്ട് നമ്മൾക്കുള്ള ഈ ആരോഗ്യമുള്ള കാലഘട്ടത്തിൽ നമ്മൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുക, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ജീവിക്കുക. ഫഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. അതെ, ആ യഖീൻ എന്ന് പറയുന്നതുണ്ടല്ലോ, മരണം അതാണ് യഖീൻ എന്ന് പറയുന്നത്. ആ ഉറപ്പുള്ള കാര്യം. ലോകത്തൊരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരു രാഷ്ട്രത്തിൻ്റെ ഇടയിലും ലോകത്തെ ഒരു ബുദ്ധിജീവികൾക്കിടയിലും അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യം എന്ത് എന്ന് ചോദിച്ചാൽ അത് മരണമാണ്. ആ മരണം വരുന്നത് വരെ അള്ളാഹുവിനെ ആരാധിക്കുക, എല്ലാ അർത്ഥത്തിലും എല്ലാ ആശയത്തിലും അള്ളാഹുവിലേക്ക് മടങ്ങുക. അല്ല, ഭൗതിക ലോകത്ത് അശ്രദ്ധയിലും അനാസ്ഥയിലുമാണ് നമ്മൾ െങ്കിൽ ഈ ദുനിയാവിൽ നമ്മൾ അന്ധന്മാരും അഴകുഴമ്പൻ നയം സ്വീകരിക്കുന്നവരുമായി അലസന്മാരും മടിയന്മാരുമായിട്ടാണ് ജീവിക്കുന്നത് എങ്കിൽ അതേ പരലോകത്തും നിങ്ങൾ അന്ധന്മാരായിരിക്കും. ഇവിടെ കുറേ യാഥാർത്ഥ്യങ്ങൾ കേട്ടിട്ട് കുറേ കാര്യങ്ങൾ കണ്ടിട്ട് അതൊന്നും കാണാനുള്ള കണ്ണ് നമ്മൾക്ക് ഉണ്ടായില്ല എങ്കിൽ എല്ലാം കാണാൻ കഴിയുന്ന ഒരു ലോകത്ത് നിങ്ങളെ കൊണ്ടുവന്നിട്ട് അവിടെ യഥാർത്ഥത്തിലുള്ള അന്ധന്മാരാക്കി തപ്പിത്തടയുന്നവരാക്കി നിങ്ങളെ മാറ്റുമെന്ന അള്ളാഹുവിൻ്റെ താക്കീത് നമ്മൾ മുഖവിലക്കെടുക്കുക. വലാ തർജു ഫിഅലൽ ഖൈരി യൗമൻ ഇലാ ഗദി ലഅല്ലാ ഗദൻ യതി വഅൻത ഫഖീദു. അവസാനമായി നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ, നീ ഒരു നന്മയും നാളെ ചെയ്യാം മറ്റന്നാളാവാം എന്ന് വിചാരിക്കല്ലേ. കാരണം നാളെ ഞാനും നിങ്ങളും ഉണ്ടാകുമെന്നതിന് ഒരു ഗ്യാരണ്ടിയുമില്ല എന്ന് ഞാൻ ഒന്നുകൂടി ഈ വരികൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ആവർത്തിച്ച് പറയുന്നു. അതുകൊണ്ട് നന്മകൾ ചെയ്ത് നല്ലവരായി ജീവിക്കുക, സുഹൃതങ്ങൾ ഏറെ ചെയ്യുക, അള്ളാഹുവിലേക്ക് അടുക്കുക, ഈമാൻ വർദ്ധിപ്പിക്കുക. മരണത്തെക്കുറിച്ച്, ഖബറിനെക്കുറിച്ച്, ബർസഖിയായ ലോകത്തെക്കുറിച്ച്, മഹ്ശറയെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും വായിക്കുകയും പഠിക്കുകയും കേൾക്കുകയും ചെയ്തുകൊണ്ട് നല്ലവരായി ജീവിക്കുക. സർവശക്തനായ അള്ളാഹു അതിനുള്ള എല്ലാവിധ തൗഫീഖും ആയുസ്സും ആരോഗ്യവും സന്മനസ്സും നമ്മൾക്ക് എവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. പടച്ചവനെ, ഞങ്ങളൊക്കെയും ചെയ്തു പോയിട്ടുള്ള എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ തമ്പുരാനെ. അള്ളാഹുവെ, ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗത്തെ നീ നരകത്തിലേക്കും ആനയിക്കുമ്പോൾ ആ സ്വർഗത്തിലേക്കുള്ള സാലിഹീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. പടച്ചവനെ, മരണനേരം നീ ഞങ്ങളോട് കാരുണ്യം ചെയ്യണമേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങൾക്ക് മുമ്പേ ഞങ്ങളോട് വിട പറഞ്ഞു പോയിട്ടുള്ള ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കൾക്ക്, ഗുരുഭൂതന്മാർക്ക്, ദീനീ സഹോദരന്മാർക്ക്, സഹോദരിമാർക്ക് എല്ലാവിധ മഗ്ഫിറത്തും റഹ്മത്തും നീ പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. പടച്ചവനെ, രോഗികളായിട്ടുള്ള ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാ സഹോദരിമാരുടെയും സഹോദരന്മാരുടെയും എല്ലാ രോഗത്തെയും നീ ശിഫയാക്കി കൊടുക്കണമേ തമ്പുരാനെ. പടച്ചവനെ, മാരകമായ എല്ലാ അസുഖങ്ങളിൽ നിന്നും നീ ഞങ്ങളെ ഏവരെയും കാത്തു രക്ഷിക്കണമേ തമ്പുരാനെ. അള്ളാഹുവെ, സുഹൃതങ്ങളേറെ ചെയ്ത് നന്മയുടെ മുന്നണി പോരാളികളായി ജീവിക്കാനുള്ള തൗഫീക്ക് നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹുവെ, ബർസഖിയായ ലോകത്തെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ തമ്പുരാനെ. മഹ്ശറയിലെ എല്ലാവിധ വിഷമങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ തമ്പുരാനെ. അള്ളാഹുവെ, കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ തമ്പുരാനെ. അള്ളാഹുവെ, സുദ്ദീഖുകളുടെയും ശുഹദാക്കളുടെയും അമ്പിയാക്കന്മാരുടെയും സാലിഹീങ്ങളുടെയും കൂടെ നിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള മഹാഭാഗ്യം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ
للمؤمنين والمؤمنات والمسلمين والمسلمات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة ربنا تقبل منا دعانا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم.